إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون يا أسلام الله تشواسي പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി നാളെ പാരത്രിക ലോകത്തിൽ വിജയം കൈവരിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തോളം എന്ന പോലെ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു കാര്യത്തിന്റെയും പൂർണ്ണത കൈവരിക്കാനുള്ള ലക്ഷ്യം നേടുവാൻ അത് അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ലക്ഷ്യം നേടാൻ പൂർണ്ണതയെത്താൻ സാധിക്കുകയില്ല. നമുക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ അതിനെ അപേക്ഷിക്കുമ്പോൾ സമർപ്പിക്കേണ്ട എല്ലാ രേഖകളും കൃത്യമായി സമർപ്പിക്കണം. അത് പൂർണ്ണമല്ലെങ്കിൽ അപേക്ഷ നിരസിക്കുകയും ന്യൂനത പരിഹരിച്ച് വീണ്ടും സമർപ്പിക്കേണ്ടി വരികയും ചെയ്യും. ഇസ്ലാമിലെ ഓരോ കാര്യത്തിലും ഈ നിയമം ബാധകമാണ്. പ്രത്യേകിച്ച് കർമ്മങ്ങളുടെ കാര്യത്തിൽ ഓരോ കർമ്മവും റബ്ബിന്റെ അടുക്കൽ പരിപൂർണത അത് സ്വീകരിക്കപ്പെടണമെങ്കിലും അതിലൂടെ നേടിയെടുക്കേണ്ട പുണ്യങ്ങളെ കരസ്ഥമാക്കുവാനും നിർദ്ദേശിക്കപ്പെട്ട നിയമങ്ങളെ കൃത്യമായി നമ്മൾ പാലിക്കണം. നഷ്ടപ്പെട്ടാൽ പരിഹരിക്കൽ അസാധ്യമാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വവും ജുമായിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളും കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു. അവ നേടിയെടുക്കാൻ ഒട്ടനവധി നിയമങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ചില മര്യാദകളൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. വെള്ളിയാഴ്ച മരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്.
അതല്ലെങ്കിൽ നല്ല മരണത്തിന് ലക്ഷണത്തോടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ ആ വെള്ളിയാഴ്ച ജീവിക്കാനാണ് പ്രയാസം. അല്ലെങ്കിൽ നല്ല മരണത്തിന്റെ ലക്ഷണങ്ങൾ പാലിച്ച് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനാണ് നമുക്ക് പ്രയാസം. വെള്ളിയാഴ്ചയിലെ മരണത്തിന്റെ ഗുണങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് ഹദീസുകൾ എമ്പാടുമുണ്ട്. അതിലധികം ദായിഫാണ്. ഇനി സ്വഹീഹായി വന്ന ഹദീസുകൾ തന്നെയും അതിലൂടെ നമ്മൾ കേൾക്കുന്ന കാര്യം എന്താ? ഖബർ ശിക്ഷയ്ക്ക് ഇളവുണ്ടാകും എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ്. വെള്ളിയാഴ്ച മരിച്ചാലുള്ള കാര്യങ്ങൾ പ്രത്യേകതകളെ പറയുമ്പോൾ ആ പ്രത്യേകത കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നും മരിച്ചാൽ തിരക്കുകളില്ല എന്നൊക്കെ. പക്ഷെ ആ ഗുണങ്ങള് കിട്ടണമെങ്കിൽ വെള്ളിയാഴ്ചയെ ശരിയായ രൂപത്തിൽ കണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയം കൂടി. ജീവിതത്തിൽ അത് ഇല്ലാത്തവന് അത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. നേരത്തെ വരണം, അതേപോലത്തുള്ള വിഷയങ്ങളൊക്കെ വിദേശത്തിന്റെ നേതാവാണ്, ആദ്യം എത്തുന്ന ആളുകൾ വിഷയങ്ങൾ പറഞ്ഞു, ഇതൊക്കെയുള്ള വിഷയങ്ങളെ കഴിഞ്ഞാൽ സൂചിപ്പിച്ചതാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച കാണുന്നത്. ഏതായാലും വെള്ളിയാഴ്ച ജീവിച്ച് കാണിക്കാൻ നമുക്ക് സാധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില മര്യാദകൾ പറഞ്ഞു തന്നു. അതിന് പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞു. ഈ ചില മര്യാദകളാണ്. വെള്ളിയാഴ്ചയുടെ മഹത്വവും പ്രതിഫലം ലഭിക്കണമെങ്കിൽ ചില മര്യാദകള് ആദാബുകൾ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ശ്രേഷ്ഠ ദിനമാണ്, ദിനങ്ങളുടെ നേതാവാണ് എന്നൊക്കെ സൂചിപ്പിച്ചു. ആ ശ്രേഷ്ഠ ദിനത്തിലെ മര്യാദകള് അതാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിമാക്ക് വേഗത്തിൽ വരണം എന്ന് പറയുന്ന ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്താണ് ഞാൻ മുഖവുരയിൽ ഓതി വെച്ചത്. ഒരു നബിയെ പറഞ്ഞു കൊടുക്കണം. ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു, ഏതൊരു മരണത്തിൽ നിന്നാണ് നിങ്ങൾ ഓടി അകലാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത്, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും, അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, വെള്ളിയാഴ്ച ആദാബുകൾ പറയുമ്പോ ഈ മരണമാണ് നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടത്. ഏത്? നാം ഓടി അകലാൻ ശ്രമിക്കുന്ന നമ്മുടെ മരണം. അത് എപ്പോഴാണ് എങ്ങനെയാണ് നമുക്ക് ആർക്കും അറിയില്ല. അതേ ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിലേക്കാണ് പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം പര്യവസാനം. അല്ലെ? ആ ദിവസങ്ങളിലൂടെ കർമ്മങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങള് കൃത്യമായി നാളെ പരലോകത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ മരിച്ചാല് മയ്യത്ത് കുളിപ്പിക്കണം, കഫൻ ചെയ്യണം, നല്ല പുതിയ വസ്ത്രം ധരിപ്പിക്കണം, സുഗന്ധം പൂശണം, അതിലൊന്ന് മിസ്വാക്ക് ചെയ്യണം, ഉദൂ ചെയ്യണം. അങ്ങനെ പലതുമുണ്ട്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ വിശ്വാസികളെ വെള്ളിയാഴ്ച ദിവസത്തെ ഒന്നാമത്തെ മര്യാദ എന്തെന്നറിയോ? കുളിക്കലാണ്. ഒന്നാമത്തെ മര്യാദ കുളിക്കലാണ്. ഒരു വെള്ളിയാഴ്ചയെ സംബന്ധിച്ചിടത്തോളം കുളിക്കുക എന്നത് പ്രത്യേകം അങ്ങനെ പറയേണ്ടതില്ല. പ്രത്യേകിച്ച് മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദിവസത്തിൽ 1 2 ഏറിയ 3 തവണയൊക്കെ കുളിക്കുന്നവരാണ്. അല്ലെ? വിശ്വാസികളെ അന്നത്തുല്ലാഹി ഇബ്നു ഉമറ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ജാഅ അഹദുകും അൽ-ജുമുഅ ഫൽയഅ്തസിൽ, അതേ വെള്ളിയാഴ്ച ദിവസം വന്നെത്തിയാൽ അവൻ കുളിക്കട്ടെ എന്ന അൽ-ഗുസ്ലു യൗമൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം, ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് കുളിക്കൽ എന്നുള്ളത്. ഒരു അഭിപ്രായമാണ് അതിനുള്ളത്. ചിലർ പറഞ്ഞത് നിർബന്ധമാണ് എന്ന. എന്നാൽ സുന്നത്തായ സുന്നത്തായ കാര്യമാണ് വെള്ളിയാഴ്ചയിൽ നാം കുളിക്കുക എന്ന് പറയുന്നത്. നാം ദിനേന പല തവണ കുളിക്കുന്നവരാണ് സൂചിപ്പിച്ചു. പല ആവശ്യം കുളിക്കുന്നവരാണ്. എന്നാൽ എങ്ങനെ കുളിക്കണം, ഏതൊക്കെ രൂപത്തിൽ കുളിക്കണം, കുളിക്കുന്ന മുമ്പ് എന്തൊക്കെ ഉണ്ടാവണം, അതെല്ലാം കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സുന്നത്ത് പ്രായപൂർത്തിയായ എല്ലാ മുസ്ലിമിനും കുളി വാജിബാണെന്ന് പഠിപ്പിച്ചു ഒരഭിപ്രായമെങ്കിൽ, അതേപോലെ തന്നെ പ്രബലമായ സുന്നത്താണെന്ന് പഠിപ്പിച്ചെങ്കിൽ ഈ ഹദീസുകളൊക്കെ മുൻകാല പണ്ഡിതന്മാര്, ഹദീസ് പണ്ഡിതന്മാര് ഏറെ വിശകലനം ചെയ്ത് ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ്.
നമുക്ക് ചർച്ച ചെയ്യാനുള്ളതോ വേറെന്തൊക്കെയാണ്. എന്നാൽ പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ വളരെയധികം ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് അതിന്റെ വസ്തുത. ഇനി ആ കുളി എങ്ങനെയാവണം? സാധാരണ നമ്മൾ ജോലിക്ക് പോകുമ്പോ ജോലി കഴിഞ്ഞ് വന്നാല് കുളിക്കും. ഷവറിന്റെ പൈപ്പിന് ചോട്ടില് കുളത്തില് മേത്ത് വെള്ളം ഒഴിച്ചൊക്കെ നമ്മൾ കുളിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു കുളിയല്ല വെള്ളിയാഴ്ചയിലെ കുളി. വളരെ ശക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ഈ കുളി. അതിന്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽനിന്ന് സ്വഹാബത്ത് ഒരു കാര്യം കേട്ടാലും പഠിപ്പിച്ചാലും അതുപോലെ സ്വഹാബത്ത് പ്രാവർത്തികമാക്കും. സ്വഹാബികൾ അങ്ങനെയാണ് ജീവിച്ചത്. പിന്നെ നബിന്റെ കാലം കഴിഞ്ഞ് സിദ്ദീഖുൽ അക്ബറിന്റെ കാലം കഴിഞ്ഞ് ഉമർന്റെ കാലത്ത് ഉമർക്കാര് ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ബൈനമാ ഹുവ ഖായിമുൻ ഫി ഖുതുബത്തി യൗമൽ ജുമുഅ ഇദാ ദഖല റജുലൻ മുഹാജിരിൻ അവ്വലീന മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരിൽ മുഹാജിറുകളിൽ ആദ്യകാലക്കാരായ പ്രധാനപ്പെട്ട ഒരാൾ പള്ളിയിൽ കടന്നു വരികയാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം. ഈ കടന്നു വന്നത് ആരാണ് എന്നത് ഹദീസിൽ കാണാം. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ സമയത്ത് കടന്നു വന്നത്. ആരാണ്, എപ്പോഴാണ്, എന്താ നോട്ടമില്ല. അത് ഉമർ അത് ഇത് എന്താണ് സമയം? കയറി വരികയാണ്. ഉമർദാനെ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുക. ഇത് ഏതാണ് സമയം എന്നാ ചോദിച്ചത്. അഥവാ എന്താ ഇത്ര വൈകിട്ട് എന്നർത്ഥം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇച്ചിരി ജോലി തിരക്കുകളായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ വെറുതെ വഴിക്കാൻ ബാങ്ക് കൊടുത്തത് വേഗം ഉദു എടുത്തുകൊണ്ട് ഞാൻ പള്ളിയിലേക്ക് പോകുന്നു എന്ന. ആ സമയത്ത് ഉമർദാൻ ചോദിക്കാണ്, ഉദു ചുരുക്കിയോ? ഉദുവിലായിക്കൊണ്ട് ചുരുക്കിയോ? കുളിക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന മുമ്പ് അത് നിനക്ക് അറിയില്ല എന്ന് ചോദിച്ചു. ഈ ഹദീസിൽ കാണാം എന്ത്? ഈ ഹദീസുകളൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഒരുപാട് ഹദീസുകളുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അപ്പോൾ എന്താ മനസ്സിലായത്? വെള്ളിയാഴ്ച എന്താണ് വളരെ പ്രാധാന്യത്തോടുകൂടി കുളിക്കണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതൊന്നുകൂടി വിശദീകരിച്ചു. കുളിക്കേണ്ടത് ഫജറിന് ശേഷമാണ് കുളിക്കേണ്ടത്. ഫജറിന് മുമ്പല്ല കുളിക്കേണ്ടത്. ജുമാക്ക് ശേഷമല്ല കുളിക്കേണ്ടത്. എപ്പോഴാണ് ഉള്ളഹിയൊക്കെ അരക്കേണ്ടത്? എപ്പോഴാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? നിബന്ധനയുള്ള നിയമമുണ്ട്. എങ്കിൽ അതുപോലെ വെള്ളിയാഴ്ച എപ്പോഴാ കുളിക്കേണ്ടത് അവിടെ കൃത്യമായി പഠിപ്പിച്ചു. അവിടെ ഫജറിന് ശേഷമാണ് കുളിക്കേണ്ടത്. ജുമാക്ക് മുമ്പായിക്കൊണ്ടാണ് കുളിക്കേണ്ടത്. അതുപോലെ വെള്ളിയാഴ്ചന്റെ കുളി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണ കുളിയല്ല. മറ്റൊരു ഹദീസിൽ കാണാം, ജനാബത്ത് കുളിക്കുന്നത് പോലെ കുളിക്കണമെന്ന, വലിയ അശുദ്ധിക്കാരൻ കുളിക്കുന്നത് പോലെ കുളിക്കണമെന്നാണ് ഹദീസിൽ കാണാൻ കഴിയുക. അതെങ്ങനെയാ? ഒന്നാമത്തെ നിയ്യത്തുണ്ടായിരിക്കണം. രണ്ടാമത്തേത് എന്താണ്? അവന്റെ കൈകൾ കഴുകണം. ആദ്യം വലത്തെ കൈ, പിന്നെ അടുത്ത കൈ കഴുകണം. മൂന്നാമത്തേത് അവന്റെ ഉഹ്യഭാഗം കഴുകണം. നാലാമത്തേത് ഒടുവെടുക്കണം. അഞ്ചാമത്തേത് തല കഴുകണം. ആറാമത് വലതുമായി കൊണ്ട് ആദ്യം വലതു ഭാഗത്തും പിന്നെ വലതു ഭാഗത്തുമായി കൊണ്ട് വെള്ളം ഒഴിച്ചുകൊണ്ട് കഴുകണം. ഇങ്ങനെ കൃത്യമായി പ്രത്യേകം പഠിപ്പിച്ചു. ഇങ്ങനെ ഒരു കുളി ഇനി നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. അഥവാ വെള്ളിയാഴ്ചത്തെ നിയ്യത്തോടുകൂടി കുളിക്കാം, ഉടുണ്ടാക്കി കുളിക്കാം, കൈകൾ കഴുകാം, മുഖ്യഭാഗം കഴുകാം, അതേപോലെ തന്നെ തല കഴുകാം. ഇങ്ങനെ വലതുഭാഗം കഴുകാം. ഈ രൂപത്തിൽ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രവാചകന്റെ സുന്നത്തിനെ യഥാവിധി അനുധാവനം ചെയ്യുന്ന സഹാബത്തിന്റെ മാതൃകയിലൂടെ നമ്മൾ ആ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും ഒരു കുളിക്കലല്ല വെള്ളിയാഴ്ചയുടെ കൂടി അത്രയും സുന്നത്താണ്. ടൈം പഠിപ്പിച്ചു. ആ രീതി തന്നെ കുളിക്കണമെന്ന് പഠിപ്പിച്ചു. ഇതൊക്കെ നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ ആകാൻ പറ്റില്ല വെള്ളിയാഴ്ച എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് ഒരു പ്രത്യേകത തന്നെയാണ് ആ ഒരു ദിവസം. ആ ദിവസത്തെ നമ്മൾ കൃത്യമായി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണമെന്നതാണ്. അപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം കുളി എന്നുള്ളതാണ്. ആ കുളിയുടെ നിബന്ധന ജനാപത്തുകാർ കുളിക്കുന്നത് പോലെയാണ് എന്നുള്ളതാണ്. ആ ഒരു സിഫത്തോടുകൂടി ആ ഒരു നിയത്തോടുകൂടി തന്നെയായിരിക്കണം വെള്ളിയാഴ്ചയിലെ കുളി എന്നുള്ളതാണ്. രണ്ടാമത്തേത് പല്ല് തേക്കുക എന്നതാണ്. വായ വൃത്തിയാക്കുക എന്നള്ളതാണ്. കുളിയുടെ കൂടെ തന്നെ ചെയ്താലും മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ വേറെ തന്നെ പരിഗണിച്ചുകൊണ്ട് ചെയ്യാം. നബിസ്വല്ലാഹു പറയാണ്, എല്ലാ ഉദവിന്റെ സന്ദർഭത്തിലും ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? അവർക്ക് പ്രയാസമില്ലെങ്കിൽ ഉദു ചെയ്യാൻ വേണ്ടി കൽപ്പിക്കാൻ വേണ്ടി കൽപ്പിക്കുമായിരുന്നു എന്നാണ്. അവർ പ്രയാസമില്ലെങ്കിൽ അത്രമാത്രം പ്രാധാന്യമുള്ള വിഷയം കൂടിയാണ്.
പല്ല് തേക്കലും വായ വൃത്തിയാക്കലും. അതോടൊപ്പം തന്നെ അടുത്ത മര്യാദ സുഗന്ധം ഉപയോഗിക്കലാണ്. സുഗന്ധം ഉള്ളിൽ നന്നായി ഉപയോഗിക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിപ്പിക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുളിയും വിശ്വാസവും ഒക്കെ വേണമെന്നല്ല. ഈ പറയപ്പെടുന്ന നേരത്തെ വളർത്താനുസരിച്ചുകൊണ്ട് ആ കർമ്മങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അവർ പള്ളിയിലേക്ക് പോകുമ്പോൾ അവർക്ക് പ്രത്യേകമായ സുഗന്ധം ഉപയോഗിക്കാനില്ല. അവർ അനാർഭാടമായിക്കൊണ്ട് ആർഭാടമില്ലാതെ സുഗന്ധം ഉപയോഗിക്കാതെയാണ് അവര് കടന്നു വരേണ്ടത്. തന്റെ ഭർത്താവിന്റെ മുമ്പിൽ മാത്രമാണ് അത് ഉപയോഗിക്കാനുള്ള സന്ദർഭം എന്ന് കൂടി കൃത്യമായി മനസ്സിലാക്കുക. നാലാമത്തെ വിഷയം, ദുർഗന്ധം പേറി പള്ളിയിൽ വരാൻ പാടില്ല എന്ന. പള്ളിയിലേക്ക് തീരെ വരാൻ പാടില്ല, ജുമാക്ക് പ്രത്യേകിച്ചും പാടില്ല. ചില ഭക്ഷണം കഴിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ പാടില്ല. അതായത് വെളുത്തുള്ളിയും വലിയ ഉള്ളിയും ഉള്ളിയുടെ ഒരു തരം പുല്ല് ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ചുകൊണ്ട് എത്തിയാൻ പാടില്ല. നമ്മളെ പള്ളിയിലേക്ക് അടുക്കാൻ പോലും പാടില്ല. പള്ളിയിൽ കയറുന്നല്ല, അടുക്കാൻ പോലും പാടില്ല. നോക്കൂ നിങ്ങളെ. അവ ജമാഅത്ത് നിസ്കാരത്തിന് മാത്രമല്ല, ജുമാക്കുമ്പോൾ പാടില്ല എന്നാണ് കൃത്യമായി പഠിപ്പിക്കുന്നത്. കാരണം എന്താ? മലക്കുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പള്ളിയില് മലക്കുകൾ പോലുള്ള സ്ഥലമാണ്. മനുഷ്യന്മാർ പ്രയാസമുണ്ടാക്കുന്ന പോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ അതൊക്കെ മലക്കൾക്കും പ്രയാസമുണ്ടാക്കുമെന്നാണ് പഠിപ്പിച്ചത്. മുസ്ലിം ധരിക്കുന്ന ഹദീസിലുള്ളതാണ്. അതുകൊണ്ട് വിശ്വാസികളെ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുമ്പോൾ ദുർഗന്ധം പോരുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും കടന്നു വരാൻ പാടില്ല. അത്തരത്തിലുള്ള സ്മെല്ല് വരുന്ന രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ പാടില്ല. നമ്മളെ പള്ളിയിലേക്ക് അടുക്കാൻ പാടില്ല എന്നാണ് പഠിപ്പിച്ചത്, കൃത്യമായി പഠിപ്പിച്ചു. അഞ്ചാമത്തെ വിഷയം, വെള്ളിയാഴ്ച എണ്ണ തേക്കുക. ഹദീസ് തന്നെ കിതാബ് ഞങ്ങൾ ഇമാം ബുഖാരി മുസ്ലിം ധരിക്കുന്നത് എന്താണ്? എണ്ണ തേക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച എണ്ണ തേച്ച് കുളിക്കുക, സുഗന്ധമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ തേക്കുക, എണ്ണ ഉപയോഗിക്കുക എന്നത് പ്രത്യേകം സുന്നത്തായി പഠിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ കാണാൻ സാധിക്കും. ഈ ഹദീസുകളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താ? വെള്ളിയാഴ്ചന്റെ പ്രാധാന്യം, വെള്ളിയാഴ്ചന്റെ മഹത്വമാണ് വിശ്വാസികളെ. അതോടൊപ്പം തന്നെ നല്ല വസ്ത്രം ധരിക്കുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മിമ്പറിൽ വെച്ചുകൊണ്ടാ പറയുന്നത്. ഒരിക്കൽ മിമ്പർ വെച്ചുകൊണ്ടാ വെള്ളിയാഴ്ച ദിവസത്തേക്ക് വേണ്ടി 2 കൂട്ട് വസ്ത്രം കഴിയുന്നവർ അതിനുവേണ്ടി എന്ത് മാറ്റിവെക്കട്ടെ എന്നാണ്. അതായത് ജോലിക്ക് പോകുമ്പോ അതല്ലാത്ത സമയത്ത് പുറത്തു പോകുമ്പോ ധരിക്കുന്ന വസ്ത്രം ഒഴികെ അല്ലാത്തതായിട്ട് തന്നെ എന്തായിരിക്കണം? വെള്ളിയാഴ്ച 2 കൂട്ട് വസ്ത്രം അവർ മാറ്റി വെക്കട്ടെ എന്ന അഹദിക്കും ഇനി വലുതാണ് കഴിയുന്നവർ എന്നാ പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ 1 കൂട്ട് വസ്ത്രമെങ്കിലും വെള്ളിയാഴ്ചക്ക് മാത്രമായിക്കൊണ്ട് അവർ മാറ്റിവെക്കട്ടെ എന്ന്. അഥവാ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അവർ ജുമാക്ക് വരേണ്ടത്. ഏതൊക്കെയോ ഷർട്ടിട്ട് കൊണ്ടും ഏതൊക്കെയോ വസ്ത്രം സ്വീകരിച്ചുകൊണ്ടും അതും ഒരിക്കലും ഒരു കല്യാണത്തിനോ ഒരു വിരുന്നിനോ പോകുന്ന ഡ്രസ്സല്ല. അതിനേക്കാളും താഴ്ന്ന വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും പള്ളിയിലേക്ക് ആളുകൾ വരാറുള്ളത്. വളരെ മോശമായ ഡ്രസ്സ് ധരിച്ചുകൊണ്ടാണ് ആളുകൾ വരാറുള്ളത്. വെള്ളിയാഴ്ചന്റെ മഹത്വവും അതിന്റെ പ്രാധാന്യവും ഉൾക്കൊള്ളാത്തത് കൊണ്ടും പഠിക്കാത്തത് കൊണ്ടും മനസ്സിലാക്കാത്തത് കൊണ്ടും നേരത്തെ എത്താത്തത് കൊണ്ടും ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ് വിശ്വാസികളെ ഇതൊക്കെ നമുക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, വെള്ളിയാഴ്ചന്റെ പ്രാധാന്യത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നത്, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നത്. നമ്മളെ കുടുംബത്തിലേക്ക് പോകുമ്പോ, ബന്ധുക്കാരോട് പോകുമ്പോ, ഒരു സുഹൃത്തിന്റെ കല്യാണത്തിന് പോകുമ്പോ ആ വസ്ത്രമല്ല പലപ്പോഴും ഇന്ന് പല ആളുകളും സ്വീകരിക്കാറുള്ളത്. ഇവിടെ പള്ളിയിലേക്ക് വരുമ്പോ, ജമാഅത്തിനാണെങ്കിലും പള്ളിയിലേക്ക് വരുമ്പോ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത്, ഉള്ളത് വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. അത് വെള്ളിയാഴ്ച പ്രത്യേകമായ വസ്ത്രം മാറ്റിവെക്കുക എന്നുള്ളതും കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. എപ്പോഴാ പറഞ്ഞത്? മെമ്പരി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് പറഞ്ഞ വിഷയമാണ് ഈ കാര്യം. അതുകൊണ്ട് വിശ്വാസികളെ വെള്ളിയാഴ്ചക്ക് മാത്രമായിട്ട് 2 കൂട്ട് വസ്ത്രമെങ്കിലും അല്ലെങ്കിൽ 1 കൂട്ടെങ്കിലും ഉണ്ടായിരിക്കുക, മാറ്റിവെക്കുക എന്നത് ആ വെള്ളിയാഴ്ചന് മഹത്വമായിക്കൊണ്ട് പ്രാധാന്യമായിക്കൊണ്ട് മര്യാദയായിക്കൊണ്ട് പഠിപ്പിച്ചു. മുൻഗാമികൾ അങ്ങനെ വസ്ത്രം മാറ്റിവെച്ചിരുന്നു. അവർ അതിനുവേണ്ടി മാത്രം പ്രത്യേകം വസ്ത്രം എന്താണ് മാറ്റിവെച്ചിരുന്നു എന്നാണ് ശരഫുകളെ കുറിച്ച് പഠിപ്പിക്കുന്നത് കാണുക. അതുകൊണ്ട് കുളിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, എണ്ണ തേക്കുക,
ഇതൊക്കെ പഠിപ്പിക്കുന്നുവെങ്കിൽ വിശ്വാസികളെ, സഹോദരങ്ങളെ, നമ്മളെ കുളിപ്പിക്കുന്ന ദിവസം നമുക്കുണ്ട്. പല്ലൊക്കെ തേച്ച് ഉതുവൊക്കെ ചെയ്ത് നമ്മളെ കുളിപ്പിക്കുന്ന ദിവസം. അത് എന്താണ്? അതുവരെ ഉടുക്കാത്ത 3 കോറത്തുണി, 3 വസ്ത്രം നമ്മൾ ധരിപ്പിക്കും, നല്ല സുഗന്ധം പ്രയോഗിക്കും, ഇല്ലേ? ആ സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വല്ലാത്തൊരു അനുഭവമായിരിക്കാം. അത് നമുക്ക് അനുഭവം ഉണ്ടാവൂല. എന്ത്? നമ്മൾ മറ്റുള്ളവരെ ചെയ്യുമ്പോൾ കാണുന്ന അനുഭവം ഉണ്ടല്ലോ, ആ ഒരു ആസ്വാദനം ഉണ്ടല്ലോ, ആ ഒരു സംഭവം ഉണ്ടല്ലോ. അത് വിശ്വാസികള് നമ്മിലേക്ക് വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതെ, വെള്ളിയാഴ്ച മുഴുവനും ഒരു ഒരുക്കമാണ് വിശ്വാസികള്. വെള്ളിയാഴ്ച മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. റബ്ബിന്റെ അടുക്കലേക്ക് മടങ്ങി പോകണമെന്ന ഒരു ചിന്തയാണ്. അങ്ങനെയുള്ള ഒരു ഒരുക്കമാണ് സഹോദരങ്ങളെ വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ചയായി കാണുകയും ആ ദിവസത്തിന് വേണ്ടി, ആ ജുമുഅക്ക് വേണ്ടി നേരത്തെ എത്തുകയും ഒന്നാമത്തെ സഫിന് പ്രാധാന്യം കൊടുക്കുകയും അങ്ങനെ ഉപയോഗപ്പെടുത്തി ആ സഫിന്റെ മഹത്വം മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക. ജമാഅത്ത് നമസ്കാരമാണെങ്കിലും ജുമുഅക്കാണെങ്കിലും എത്രമാത്രം ഗ്യാപ്പ് വളവാണ് ആ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ ഒന്ന് അടുത്തടുത്ത് നിൽക്കാൻ പലപ്പോഴും ഐത്തം കൽപ്പിച്ച ആളുകളും സഫ് കെട്ടുമ്പോൾ ഒന്ന് ചേർന്ന് നിൽക്കാൻ പോലും മടി കാണിക്കുന്ന പ്രവാചകന്റെ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങള് പച്ചക്ക് എന്ന് പറയാം. പച്ചക്ക് പറഞ്ഞ അത്രക്ക് നിഷേധം കൊടുക്കുന്ന അവസ്ഥയിലാണ് ആ ജമാഅത്ത് നമസ്കാരത്തിൽ സഫ് കെട്ടുമ്പോൾ പോലും പാലിക്കാൻ നമ്മൾ പോകുന്നെങ്കിൽ വിശുദ്ധ ഖുർആനിലെ എന്താ? ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനുൻ മർസൂസ്. എങ്ങനെ? ഓരോ ചുമരിന്റെ കല്ലുകളും എത്രമാത്രം അടുത്തടുത്താണോ അപ്പോഴാ ചുമരിന് ബലം കിട്ടുള്ളൂ, ആ ഊരിന് ബലം കിട്ടുള്ളൂ, അടിത്തറുണ്ടാവുള്ളൂ, ഉറപ്പുണ്ടാവുള്ളൂ. ഇതേപോലെ നമ്മുടെ നമസ്കാരത്തിന്റെ ഉറപ്പെന്താ? ആ സഫില് പ്രാധാന്യമുള്ള വിശ്വാസികളെ അടുത്തടുത്ത് നിൽക്കുന്ന ആളുകൾ ചേർന്ന് നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടണം. അതവർക്ക് സ്വർഗമുള്ളത് പഠിപ്പിച്ച കാര്യം കൂടിയാണ്. അതുപോലെ ഒരു ക്യാബ് പോലും കൊടുക്കാൻ പാടില്ല. സഫ് കെട്ടുമ്പോ നമ്മൾ നിൽക്കുന്ന ബാലൻസ് അനുസരിച്ച് നമ്മൾ നിൽക്കാൻ പാടുള്ളൂ. ഒരുപാട് അകത്ത് നിൽക്കാനോ പറ്റ കാലം അടുപ്പിച്ചു വെക്കാനോ പാടില്ല. രണ്ടിന്റെയും മധ്യമ നിലവാരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പോഴാണ് മറ്റുള്ളവർ കാലമായി ചേർന്നെടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ ഗൗരവമായി കാണേണ്ട വിഷയം കൂടിയാണ്. സഫ് കെട്ടുമ്പോ ഏതാണ്ട് മനസ്സിലാക്കണം, നല്ലൊരു ഒരുക്കം. നമ്മൾ ഓടി അകലാൻ ശ്രമിക്കുക. എങ്ങോട്ട് ഓടിയും കാര്യമില്ല. 10,000-കണക്കിന് രൂപ ചെലവാക്കി നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. എന്ത് ഇന്നല്ലെങ്കിൽ നാളെ മരിക്കൊന്നും പേടിച്ചിട്ട്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ ഓരോ മരണത്തെ പേടിക്കുകയാണ്, ഒരു സത്യത്തെ നമ്മൾ പേടിക്കുകയാണ്. എന്താണ് രോഗം വന്നാല് ഞാൻ പെട്ടെന്ന് മരിച്ചു പോകുമോ എന്ന് നമുക്ക് പേടിയാണ്. എങ്കിൽ നമ്മൾ ഓടി അകലാൻ ശ്രമിക്കുന്ന മരണമുണ്ടല്ലോ, നമ്മുടെ അടുത്തേക്ക് എത്തും, യാതൊരു സംശയമല്ല. കൊട്ടാര സമാനമായ ഏതിന്റെ അകത്തളങ്ങളിൽ പോയി കഴിഞ്ഞാലും ശരി, മരണം നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും, പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസികളെ, അല്ല പറയാണ്, എങ്കിൽ ഏത് മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, ആ മരണം നിങ്ങൾക്ക് എത്ര ആരോഗ്യം ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഒരു രോഗപ്രചരണമില്ലെങ്കിലും പൂർണ്ണമായി ആ രോഗമുള്ള ആളാണെങ്കിൽ പോലും സമയമെത്തിയാൽ അത് നടക്കുക തന്നെ ചെയ്യും. ഒരു നിമിഷം പോലും മാറ്റിവെക്കുകയില്ല. അതിന്റെ സുഹൃത്തിന്റെ വെള്ളിയാഴ്ച ജുമായിലെ അല്ലെങ്കിൽ ആ ജുമാക്ക് ശേഷമുള്ള മുനാഫിക്കുന്ന സൂറത്തില് ആ രായത്തെന്താ? അവതെത്തിക്കഴിഞ്ഞാല് നിർബന്ധമാണ്, അവിടെ പോയേ പറ്റൂ. അതുകൊണ്ട് വിശ്വാസികളെ നാം മനസ്സിലാക്കുക, നമ്മുടെ വെള്ളിയാഴ്ചന്റെ ഒരുക്കം ഒരു മരണത്തിലേക്കുള്ള ഒരു ഒരുക്കം കൂടിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ദിവസം മരിക്കണമെന്ന്, അല്ലെങ്കിൽ നല്ല മരണത്തിന്റെ ലക്ഷണത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട് മരിക്കണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കാറുണ്ട്. വിശ്വാസികളെ, ആഴ്ച വന്ന അതൊരു ദിവസത്തിന്റെ നേതാവായ ശ്രേഷ്ഠമായ ദിവസമായ അതിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്താല് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസം നമ്മളെ വിളിക്കാൻ ആഗ്രഹിച്ചാൽ റാഹത്തായി സന്തോഷപൂർവ്വം ആ ദിനത്തെ കൂടെ നമുക്ക് സ്വീകരിച്ചുകൂടെ? എന്തുകൊണ്ട് നമുക്ക് സ്വീകരിച്ചുകൂടാ? എന്തുകൊണ്ട് നമ്മൾ വൈകിപ്പിക്കുന്നു? ഇപ്പോൾ ജുമാക്ക് വൈകിയാണല്ലോ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? നാം മനസ്സിലാക്കണം. മറ്റുള്ള ആളുകളെ കുറ്റങ്ങളും കുറവുകളും ചകഞ്ഞന്വേഷിച്ചുകൊണ്ട് അതിനെ വിമർശിക്കാനും അതിനെ ഇകഴ്ത്താനും
അതിനെ തരം താഴ്ത്താനും ഒക്കെ നമുക്ക് നാവ് 100 ഇരട്ടിയായിട്ടുണ്ട് എങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് പുച്ഛമായി കാണുന്നുവെങ്കിൽ ആരെയാണ് നമ്മൾ പുച്ഛിക്കുന്നത്? അള്ളാഹുവിനെയോ? ആരെയും നമ്മൾ പുച്ഛിക്കുന്നത്? പ്രവാചകന്റെ ഹദീസുകളെയോ? വിശ്വാസികളെ കൗരമുള്ള വിഷയങ്ങളൊക്കെ അതുകൊണ്ട് വെള്ളിയാഴ്ച ഒരു മഹത്വം നമ്മൾ കൊടുക്കുക, ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കുക, നേരത്തെ കാലത്ത് നമ്മൾ എത്താൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള ദിനങ്ങളിൽ അഥവാ ആഴ്ച ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ആ ദിവസത്തെ ഈ പറഞ്ഞ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാം ശ്രമിക്കുക. ഈ മര്യാദ പാലിച്ചുകൊണ്ട് നാം പള്ളിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആ ദിവസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിന്റെ മര്യാദ പാലിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറൂഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും സാനിയ ബിത്തഖ്വ. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിയിൽ കൂടെ സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. വിശ്വാസികളെ, ഈ ദിവസത്തിൽ ധാരാളമായി നമ്മൾ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കണം. അതാണ് മറ്റൊരു മര്യാദ. മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ദിവസം പ്രാർത്ഥനകൾ അധികരിപ്പിക്കേണ്ട ദിവസം കൂടിയാണ്. മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ദിവസം പ്രാർത്ഥനകൾ അധികരിപ്പിക്കണം. അതുപോലെ സൂറത്ത് കഹ്ഫിന്റെ ഫളായിൽ നമുക്കറിയാലോ. അടുത്ത ജുമാ വരെയുള്ള ദിവസത്തിന്റെ ഗ്യാപ്പിന് അല്ലാഹുവിന്റെ നൂറ് പ്രകാശമാണ് എന്ന്, വെളിച്ചമാണ് എന്ന്, അതിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളണം. സൂറത്ത് കഹ്ഫ് പാരായണം ചെയ്യാത്ത ഒരു വെള്ളിയാഴ്ച നമ്മൾ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല. നമ്മൾ ആലോചിച്ച് നോക്കി, ഇന്നലെ വൈകുന്നേരം മുതൽ അസർ മുതൽ നമുക്ക് സമയമുണ്ട്. ആ വിഷയത്തെ പാരായണം ചെയ്യുന്ന സമയമുണ്ട്. അത് പ്രത്യേകിച്ച് മുമ്പുള്ള ആ സമയമാണ് ഏറ്റവും പ്രധാനമായിട്ട്. എങ്കിലും നമുക്കത് കഴിഞ്ഞില്ല എങ്കിൽ ആ സമയത്തെയും സമയം നമുക്കുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം. അതേപോലെ സ്വലാത്ത് വർദ്ധിപ്പിക്കും. ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കണം. പ്രത്യേകമായ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകളായി കാണാൻ സാധിക്കും. സ്വലാത്ത് വർദ്ധിപ്പിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരുള്ള സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക മറ്റു ദിവസങ്ങൾ അപേക്ഷിച്ച് ആ ദിവസത്തിന് പ്രാധാന്യമുണ്ട്. അതേപോലെ പള്ളിയില് ഇപ്പൊ നമ്മൾ കാട്ടിക്കൊണ്ടുന്ന ഒരു സ്വഭാവമുണ്ട്. എന്താ? തെക്കോട്ടും വടക്കോട്ടും തിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ. അതുപോലെ രണ്ട് ചുമരിന്റെ ഇടയിൽ ആ ചുമരിന്റെ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അത് ശരിയല്ല. ഇമാമിനിക്ക് അഭിമുഖമായിക്കൊണ്ടാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇമാമിന് അഭിമുഖമായിക്കൊണ്ടാണ് പള്ളിയിൽ വന്നാൽ ഇരിക്കേണ്ടത്. ഒരിക്കലും വടക്കുള്ള ആൾക്കാർ തെക്കോട്ടും തെക്കുള്ള ആൾക്കാർ വടക്കോട്ടും ഒക്കെ തിരിഞ്ഞിരിക്കേണ്ടത്. ഇമാമിന്റെ നേരെ മുന്നിട്ടാണ് നമ്മൾ ഇരിക്കേണ്ടത് എന്ന് കൂടി ആ ഒരു വിഷയത്തിൽ മനസ്സിലാക്കുക. ചാരിരിക്കാൻ പാടില്ല എന്നർത്ഥം. അതുകൂടി ആ ഒരു വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ആ വിഷയത്തെ പറ്റി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ദസ്തവാ അലൽ മിൻബരി, നബി മിൻബറിലേക്ക് കയറിയാൽ നിങ്ങൾ നബിയിലേക്ക് നേരെ മുഖത്തിരിച്ചിരിക്കുമായിരുന്നു എന്നാണ്. പ്രവാചകന്റെ നേരെ നിങ്ങൾ മുഖത്തിരിച്ചിരിക്കുമായിരുന്നു. ഹദീസിൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന അലൽ മിൻബരി ഇസ്തഖ്ബലഹു അസ്ഹാബുഹു. അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻബറിൽ കയറിയാൽ സ്വഹാബികളായ എല്ലാവരും നബിക്ക് നേരെ അഭിമുഖമായിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ നേരെയാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇങ്ങോട്ടും അല്ല ഇരിക്കേണ്ടത്. ഇമാമിന് അഭിമുഖമായിക്കൊണ്ട് നേരെ ഇരിക്കാനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത്രയും മര്യാദകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലോചിച്ചോക്കണം ദൈവത്തിന്റെ പ്രാധാന്യം, ആ മഹത്വം, അതിന്റെ മര്യാദകൾ വിശ്വാസികളെ നമ്മൾ ഗൗരവമായി കാണുന്ന. മറ്റൊന്ന്, നമ്മൾ ഇരിക്കുന്ന ഇരുത്തുണ്ട്, ജൂതന്മാരിരുത്താണ്. എന്താ? അർത്ഥയാത്രങ്ങൾ ഇരുന്നിട്ട് അടുത്ത കൈ ഇങ്ങനെ സേവിക്കുന്നത് കൊടുക്കുന്നു. അർത്ഥയാത്ര നമ്മളിങ്ങനെ ഇരിക്കുന്നത് അടുത്ത കൈ ഇങ്ങനെ സൈഡിക്ക് ചൂട് കൊടുക്കുന്നു, ബാലൻസ് കൊടുക്കുന്നു. ആ ഇരുത്തം ജൂതന്മാരുടെ ഇരുത്തമാണ്, പാടില്ല. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശാപം കിട്ടുന്ന ഇരുത്തമാണ് എന്നാണ്. ശാപം കിട്ടുന്ന ഇരുത്തമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മര്യാദകളൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തിലൂടെ ഗൗരവമായി പഠിപ്പിച്ചു വെക്കും. നമ്മളത് സ്വീകരിക്കുക. വിരോധിച്ച ഇരുത്തമാണ്, പള്ളിയിൽ പാടില്ല, ശാപം കിട്ടുന്ന ഇരുത്തമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വാസികളെ നമ്മൾ ഉൾക്കൊള്ളുക.
ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അധ്യാപനങ്ങളെ കൃത്യമായി ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ വെള്ളിയാഴ്ചക്ക് നാം വലിയ പ്രാധാന്യം നൽകുക. മറ്റു ദിവസങ്ങളെ പോലെയല്ല വെള്ളിയാഴ്ച ദിവസം. അതിന് മഹത്വം ഉൾക്കൊണ്ട് ഈ പ്രാധാന്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നാം ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. വിശ്വാസ രംഗത്തും കർമ്മരംഗത്തും ഒക്കെ വിശ്വാസ രംഗത്തുള്ള പലതും നിങ്ങൾ എത്ര നൂറുകണക്കിന് സ്വർണ്ണാഭരണം കവർന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, തട്ടിയെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട്, അഥവാ അന്ധവിശ്വാസങ്ങളെ മാറാപ്പ് പേറി നടക്കുന്ന ഒരു സംഭവം ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്താ? ജിന്നുമ്മമാരാണ് അവരൊക്കെ. ജിന്നുമ്മമാരുടെ പേര് മേത്ത് കൂടിയിട്ട് അവരിങ്ങനെ ഇങ്ങനെ വർദ്ധിപ്പിച്ചു തരാമെന്ന് പറയുമ്പോ നമ്മളിങ്ങനെ എടുത്തു കൊടുക്കുന്ന കുറച്ച് കുട്ടന്മാർ ഏത് ഇങ്ങനെ തന്നു കഴിഞ്ഞാല് ഇത് വർദ്ധിക്കും എന്ന് കേട്ടിട്ട് ഇത് ഇങ്ങനെ ജിന്നുമാരിങ്ങനെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അവരെ പിന്നാലെ കുറച്ച് ആൾക്കാർ അപ്പോൾ ആലോചിച്ച് നോക്കി എത്രമാത്രം തട്ടിയെടുത്തത്. ഇത് കൊടുക്കുന്നതിന്റെ ബുദ്ധി ആലോചിക്കുക നിങ്ങള്, ആർത്തി ആലോചിക്കുക നിങ്ങള്. വർദ്ധിപ്പിച്ചു കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ സമയത്തും ഇങ്ങനെ വാങ്ങുന്നത്. അവസാനക്കാർക്ക് എന്തായി? ആ മനുഷ്യൻ ജീവനിൽ കളഞ്ഞു അല്ലേ? ഇതാണ് അന്ധവിശ്വാസങ്ങളുടെ മാറാപ്പിന്റെ പിന്നാലെ കയറിയാൽ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ അധ്യാപനത്തിന്റെ ആ ഭാഗത്ത് നിന്ന് നിൽക്കേണ്ടതിന് പകരം പിന്നെ പോകുന്നത് ഈ അന്ധവിശ്വാസങ്ങളുടെ ഈ അനാചാരങ്ങളുടെ മേഖലയിലേക്കാണ് പലപ്പോഴും പോകുന്നത്. സംഭവിക്കുന്നതോ ഇത്തരത്തിലുള്ള മരണങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ വാർത്ത കേൾക്കുന്നത്. എന്താ ആലോചിച്ച് നോക്കി. വിശുദ്ധ ഖുർആനിലുണ്ട്, പ്രവാചകന്റെ ഹദീസിലുണ്ട്, മിനൽ ജന്നത്തി വന്നാസ് പഠിപ്പിച്ചു അല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഹമ്മദുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചു. ഒക്കെ നമ്മുടെ മുമ്പിൽ നമുക്കറിയാം. പക്ഷെ എന്നിട്ടും ഇത്തരം ആളുകൾക്ക് പിന്നാലെ പോയി നമ്മുടെ വിശ്വാസത്തെ, നമ്മുടെ ആദർശത്തെ പണയം വെക്കുന്ന അല്ലെങ്കിൽ തീരെ പഠിക്കാതെ പോകുന്ന ഒരു സമൂഹം ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. വല്ലാത്തൊരു ദുര്യോഗമല്ലേ? ഒരു ജീവനെ നശിപ്പിക്കാൻ ഇത്തരം ആളുകളിലൂടെ. അതുകൊണ്ട് വിശ്വാസികളെ, ഇസ്ലാമിന്റെ യഥാർത്ഥ അടിത്തറയെ നമ്മൾ തിരിച്ചറിയണം. തൗഹീദിന്റെ ആണിക്കൽ നമ്മൾ കൃത്യമായി അറിയണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അള്ളാഹുല്ലാത്തൊരു പടപ്പുകളെയും ആരാധിക്കാൻ പാടില്ല. അതല്ലേ ആയത്തുകൾ ഓതിട്ടെന്താ പറഞ്ഞ് ആ ആയത്തിന്റെ വിശദീകരിക്കുന്ന ആരൊക്കെയാണ്? അവിടെ സ്വാധീനങ്ങളെ പറ്റി പറഞ്ഞു, ഔലിയാക്കന്മാരെ പറ്റി പറഞ്ഞു, മലക്കളെ പറ്റി പറഞ്ഞു, പ്രവാചകന്മാരെ പറ്റി പറഞ്ഞു, ജിന്നുകളെ പറ്റി പറഞ്ഞു, ശൈത്താനെ പറ്റി പറഞ്ഞു, ഒക്കെ പറഞ്ഞു. എന്ത്? ഇവരൊന്നും അവർ പ്രാർത്ഥന കേൾക്കൂല, കേട്ടാൽ തന്നെയും ഉത്തരം നൽകില്ല എന്ന് നമ്മൾ എത്ര വട്ടം പഠിപ്പിക്കുന്നതാ. അതേ ആദർശ പ്രബോധന മേഖലയിൽ ഒരു നൂറ്റാണ്ടുകാലമായി നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ടും അതിന്റെ പിന്നാലെ പോകുന്ന, അതിനുവേണ്ടി ഓശാനപ്പാടുന്ന, അതിന്റെ പിന്നാലെ പോയി തന്റെ ആദർശത്തെ പണയം വെക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് സമൂഹം എത്തി നിൽക്കുക. അതുകൊണ്ട് വിശ്വാസികളെ നാം ശരിയായി ഉൾക്കൊള്ളേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ വിഷയം തന്നെയാണ് വെള്ളിയാഴ്ച നമ്മൾ കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ആ ദിവസത്തിന്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളുക, നേരത്തെ കാലത്ത് എത്താൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹുവിനേക്കുള്ള ഒരുക്കത്തിന് വേണ്ടി, അവന്റെ നിക്കാഹിന്, അവന്റെ മരണം അഥവാ നമ്മിലേക്ക് തേടിയെത്തുമ്പോൾ ശരിയായ റാഹത്തായി കൊണ്ട് കടന്നുപോകാൻ വേണ്ടി ആ ദിവസത്തിന്റെ പവിത്രതയും മര്യാദകളും മഹത്വമൊക്കെ ഉൾക്കൊണ്ട് നിർവഹിക്കാൻ നാം ശ്രമിക്കുക. അല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് അറിയാതെ പോയാൽ, ഇത് പഠിക്കാതെ പോയാൽ ദുരന്തങ്ങളാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത്. വെറുതെ വെള്ളിയാഴ്ച വന്നു എന്നല്ലാണ്ട് ഒരു ഫലവും അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുകയില്ല. അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ വളർത്തുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോകുന്ന ചെറുപ്പമത്തുമായ പാപമുണ്ടാവും അവരുടെ മഹത്തായ പദ്ധതി കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കപ്പെടുമാറാകട്ടെ. രോഗികളായി കേൾക്കുണ്ടാവും പൂർണ്ണ ശിഫയും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. പലരും പിന്നെ ദ്വാരങ്ങളുടെ വസിയത്ത് നൽകിയവരുണ്ട്. ആശുപത്രികളിൽ, വീടുകളിൽ മലബന്ധം ശരിയായി നടക്കാത്തതിന്റെ പേരിൽ പ്രയാസപ്പെട്ട് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ആളുകൾ, മൂത്രം പോകാതെ മേലാകെ നീര് വന്ന് അതിന്റെ ഡയാലിസിസിൽ കടന്നു പോകുന്ന ആളുകൾ, അതേപോലെ കിഡ്നിയിൽ കല്ല് കറങ്ങി അതേപോലെ തന്നെ അതിന്റെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഒട്ടേറെ രോഗികൾ വയറ്റിന് മുഴ വന്ന് അത് ഓപ്പറേഷൻ ചെയ്യാനുള്ള ലക്ഷരൂപയ്ക്ക് വേണ്ടി കെഞ്ചുന്ന അല്ലെങ്കിൽ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ അവസ്ഥ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അല്ലാഹു പരിപൂർണ്ണ ശിഫയും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്കെല്ലാം പൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, പണ്ഡിതന്മാർ എല്ലാവർക്കും അല്ലാഹു മാഫറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അവരെയും നമ്മയും കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها، أنت وليها مولاها يا رب العالمين. اللهم لا تدع لنا ذنبا إلا غفرته، ولا هما إلا فرجته، ولا دينا إلا قضيته، ولا مريضا إلا شفيته، ولا حاجة من هوائج الدنيا والآخرة إلا قضيتها بفضلك وكرمك يا أكرم الأكرمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان، ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين، والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد.